വീണ്ടും വാർത്തകളിലേക്ക്. കഴിമ്പ്രം ബീച്ചിൽ നടക്കുന്ന ആല ചേറ്റുവ മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ സംഘടിപ്പിച്ചിട്ടുള്ള പെരുംകളിയാട്ടം ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കഴിമ്പ്രം സ്വദേശി സജീഷ് ആളുപറമ്പിൽ പകർത്തിയ തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത്. 10 വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴാണ് തെയ്യത്തെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. തെയ്യക്കാലമായാൽ സജീഷ് ക്യാമറയുമായി കണ്ണൂരിലേക്ക് വണ്ടി കയറും. വടക്കൻ മലബാറിലെ ആചാരങ്ങൾ പാലിച്ചാണ് സജീഷ് തെയ്യ ചിത്രങ്ങൾ എടുക്കാൻ പോകുന്നത്. വടകര മുതൽ കാസർഗോഡ് വരെയുള്ള കാവുകളിൽ നിന്നും 6 വർഷത്തിനിടെ സജീഷ് ക്യാമറയിൽ പകർത്തിയത് 300-ലധികം വ്യത്യസ്ത ചിത്രങ്ങൾ. മുച്ചിലോട്ട് ഭഗവതി, കണ്ടനാർ കേളൻ, തീച്ചാമുണ്ടി, പൊട്ടൻ തെയ്യം, തീക്കുണ്ടിച്ചാത്തൻ, മാർണ ഗുളികൻ, മൂകാംബിക ഗുളികൻ, ഹനുമാൻ തെയ്യം തുടങ്ങിയവ ഇതിൽപ്പെടും. മണപ്പുറം ബീച്ച് ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി കഴിമ്പ്രം ബീച്ചിൽ പെരുങ്കളിയാട്ടം എന്ന എൻ്റെ ഫോട്ടോ പ്രദർശനം ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ നമ്മൾ 25ഓളം തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രങ്ങളാണ് എക്സിബിറ്റ് ചെയ്യുന്നത്. വടകര മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കാവുകളിൽ നിന്നും അത്യപൂർവങ്ങളായ തെയ്യങ്ങൾ പകർത്താനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. 237ഓളം ചിത്രങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ പകർത്തിയതിൻ്റെ ഭാഗമായിട്ട് ഒരു വേൾഡ് റെക്കോർഡ് എനിക്ക് കിട്ടുകയുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സ് വേൾഡ് റെക്കോർഡ്സ്. അതുപോലെ തന്നെ തെയ്യ ചിത്രങ്ങളിൽ ഒരു സ്റ്റേറ്റ് അവാർഡും ലഭിക്കുകയുണ്ടായിരുന്നു. കണ്ടനാക്കേളൻ്റെ ചിത്രത്തിനാണ് ആ അവാർഡ് കിട്ടിയത്. അതുപോലെ അപൂർവ തെയ്യക്കൊലങ്ങളായ ഹനുമാൻ തെയ്യം, കണ്ടക്കോരൻ തുടങ്ങിയ ചിത്രങ്ങളെല്ലാം നമ്മളിവിടെ എക്സിബിഷനിൽ വെച്ചിട്ടുണ്ട്. ഒരു വർഷം 236 വ്യത്യസ്ത തെയ്യ ചിത്രങ്ങൾ പകർത്തിയതിന് വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട് സജീഷ്. സംസ്ഥാന തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും ഇതിനോടകം സജീഷിനെ തേടിയെത്തി. നിരവധി ഫോട്ടോ പ്രദർശനങ്ങളും നടത്തിയിട്ടുണ്ട്. കഴിമ്പ്രത്ത് 25ഓളം തെയ്യ ചിത്രങ്ങളാണ് പ്രദർശനത്തിന് വച്ചിരിക്കുന്നത്. പ്രദർശനവേദിയിൽ നിരവധി പേരാണ് ചിത്രങ്ങൾ കാണാനെത്തുന്നത്. CC മുകുന്ദൻ MLA, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് തുടങ്ങിയവർ ഫോട്ടോ പ്രദർശന വേദിയിൽ എത്തിയിരുന്നു. ചന്ദ്രാപ്പനി ഹൈസ്കൂളിലെ 1986-87 SSLC ബാച്ച് സ്മൃതി വാട്സ്ആപ്പ് കൂട്ടായ്മയുടെ 4ാം വാർഷികാഘോഷവും സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു. കൊച്ചിൻ ഐ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നേത്ര ക്യാമ്പും ആസ്റ്റർ ലാബ്സിന്റെ നേതൃത്വത്തിൽ പ്രഷർ ഷുഗർ പരിശോധനയുമാണ് നടത്തിയത്. ഞങ്ങളുടെ സ്മൃതി കൂട്ടായ്മ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഈ സംഘടന തുടങ്ങിയിട്ട് ഇപ്പോൾ ഇന്നേക്ക് 4 വർഷം തികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ 3ാമത്തെ പ്രാവശ്യമാണ് കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ നേത്ര ചികിത്സാ ക്യാമ്പ്. കൂടാതെ ആദ്യമായിട്ട് ആസ്റ്റർ ലാബ് വാടാനപ്പള്ളിയുടെ അവരുടെ പേരിൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നിവ സൗജന്യമായി നോക്കുന്ന കാര്യങ്ങൾ കൂടി ഇപ്രാവശ്യം നടത്താൻ തീരുമാനിച്ചത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ക്യാമ്പ് എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ഐ ഫൗണ്ടേഷൻ്റെ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പും അതോടൊപ്പം തന്നെ ജീവിത ശൈലി രോഗ നിർണയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആസ്റ്റർ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങളും വളരെ ഭംഗിയായി നിറവേറ്റി വരുന്ന ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള വിശ്വമംഗളൻ സ്വാഗതം ആശംസിച്ച ബാച്ചിൻ്റെ ഭാരവാഹികളെ, പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മൾ നിരവധിയായിട്ടുള്ള മേഖലയിൽ, ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും പാർപ്പിട മേഖലയായാലും എല്ലാ മേഖലയിലും ഇന്ത്യക്ക് തന്നെ മാതൃകയായി കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന കേരളത്തിലെ ഭരണകർത്താക്കൾ മാത്രം ശ്രമിച്ചുകൊണ്ട് മാത്രമല്ല ഇത്രയ്ക്കും പുരോഗതിയും ഉണർവും നമുക്ക് കൈവരിക്കാൻ കഴിയും. സ്മൃതി പ്രസിഡന്റ് രാജേന്ദ്രൻ അധ്യക്ഷനായി. സെക്രട്ടറി വിശ്വമംഗളൻ, ട്രഷറർ രാജേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചന്ദ്രാപ്പിന്നി VK കുമാരൻ സ്മാരക ഹാളിൽ കുടുംബസംഗമവും വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി. സ്കൂളിലെ ആദ്യ SSLC ബാച്ചായ 1970-71 വിദ്യാർത്ഥികളാണ് സംഗമം നടത്തിയത്. പിന്നെ നമ്മളൊക്കെ ഈ കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മളെ ബാല്യകാലങ്ങൾ കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, നമ്മളെല്ലാവരും വാർദ്ധക്യത്തിലേക്ക് കടന്നു കഴിഞ്ഞു. എന്നാലും ഈ സന്ദർഭത്തിൽ നമ്മൾ ഒത്തുകൂടുമ്പോൾ നമ്മളെ മനസ്സൊക്കെ ഇന്ന് ചെറുപ്പമാണ്.
അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മളിങ്ങനെ ഒത്തുകൂടാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. 53 വർഷത്തിന് ശേഷമുള്ള വിദ്യാർത്ഥികളുടെ സംഗമം പഴയകാല ഓർമ്മകളുടെ അയവിറക്കലായി മാറി. MCM താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഈ സൗഹൃദത്തിൽ കൂട്ടുചേരുവാൻ വേണ്ടി PTA പ്രസിഡന്റ്, അതുപോലെ ഈ സ്കൂളിന്റെ വികസന സമിതി പ്രസിഡന്റ്, ഒസാക്സിന്റെ UAE പ്രസിഡന്റ് ജാഫർ സാഹിബ്, അതുപോലെ ഒസാക്സ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ലേഡീസ് വിംഗിന്റെ സാരഥികൾ എല്ലാവരും നമ്മളുടെ ഒരു ടീമിനോടൊപ്പം ചേർന്നുകൊണ്ട് ഇന്ന് 10 മണിക്ക്, ഇന്നിപ്പോ 11 മണിക്ക് നമ്മൾ തുടങ്ങുന്ന ഈ സൗഹൃദ സംഗമം വളരെ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്ന, തിരിച്ചു പോകുമ്പോൾ മതിക്കുന്ന ഓർമ്മകളായി തിരിഞ്ഞു പോകുന്ന ഒരു നിമിഷങ്ങളായി നമ്മൾക്ക് ഇത് ഇവിടെ ഒത്തുചേരാം. ആദ്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മൾ 68 വയസ്സിന് മേലെ, 68 വയസ്സിന് മിനിമം. കോർഡിനേറ്റർ PM മുഹമ്മദ്, ജബ്ബാർ മൗലവി, PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ്, ഒസാക്സ് സെക്രട്ടറി PK ഹംസ, ഒസാക്സ് UAE പ്രസിഡന്റ് ജാഫർ, RM ഹുസൈൻ, IB വേണുഗോപാൽ, IS വിനോദൻ, IK ശശി, KV ശോഭന എന്നിവർ സംസാരിച്ചു. 51 വർഷം മുമ്പ് പഠിച്ചുപോയ വിദ്യാർത്ഥികൾ എന്നതിലുപരി നിങ്ങൾ ഈ വിദ്യാലയത്തിലെ കാരണന്മാരാണ്. ശരിയല്ലേ? അതൊക്കെ ശരിയല്ലേ? കാരണം അതേ ഹൃദയവികാരത്തോടു കൂടിയാണ്, സ്നേഹത്തിന്റെ, സൗഹൃദത്തിന്റെ, ആദരവിന്റെ ഒരു മനസ്സുമായാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് നിങ്ങൾ ചരിത്രത്തിന്റെ ഭാഗമാണ്. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ 1987 SSLC ബാച്ച് ചില്ല 7ാം വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഏത് കാലാവസ്ഥയിലും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ അത് കാലഘട്ടത്തിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ പാരൻസിന്റെ കാലഘട്ടത്തിലെ ആ തലമുറ അല്ല ഇപ്പൊ വരുന്നത്. ഇനിയിപ്പോ അടുത്ത തലമുറ, ഞാൻ നേരത്തെ പറയില്ല, കുട്ടികളെ വിളിച്ചാൽ കിട്ടുന്നില്ല. അവര് വേറെ ലോകത്താണ്. അവർക്ക് ഈ ചെണ്ടകൊട്ടും പാട്ടുപാടലും കാര്യങ്ങളൊന്നുമല്ല അവർക്ക് വേറെ. ഇന്റർനെറ്റും മൊബൈലും അറിവ് കിട്ടുന്നുണ്ട്. പല രീതിയിലുള്ള അറിവുകളാണ്. മോശം അറിവും കിട്ടും, നല്ല അറിവും കിട്ടും. അതിലേത് സ്വാംശീകരിക്കണം എന്നുള്ള കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ നമുക്കൊരു സൂപ്പർവിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെയാണ്. കാലഘട്ടം മാറിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഇപ്പോ 2 വർഷം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പടപറക്കുകയാണ്. ഇപ്പോ അടുത്ത ആഴ്ച സമാജത്തിന്റെ അവാർഡുകളുണ്ട്. ഞങ്ങൾ ഇന്നലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TP മനേഷ് അധ്യക്ഷത വഹിച്ചു. രഘുരാമത്ത്, അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, ശ്രീനാഥ് പോണത്ത്, MA അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പഠനത്തിൽ മികവ് തെളിയിച്ച ജില്ലയിലെ അംഗങ്ങളുടെ മക്കളെ ചടങ്ങിൽ ആദരിച്ചു. അവസാനം സ്കൂളിലേക്ക് ഒരു അഭ്യർത്ഥന വെച്ചുകൊണ്ട് അടിക്കുറിപ്പെട്ടു. അങ്ങനെ സ്കൂളിലെ വിദ്യാർത്ഥികളിൽ നിന്നാണ് നമ്മൾ ഈ പേര് തന്നെ, ഈ ജില്ല എന്ന പേര് തന്നെ വരാൻ കാരണം. നമ്മൾ സമ്മാനിക്കപ്പെടും. പലരും പേരൊക്കെ പറഞ്ഞു. ലാസ്റ്റ് അങ്ങനെ അത് ഇതൊക്കെ തിരുമുറ്റമെല്ലാം ലാസ്റ്റ് ഒരു കുട്ടിയാണ് പറഞ്ഞത് ജില്ല. അങ്ങനെയാണ് ജില്ലയ്ക്ക് തോന്നിയത്. 3 പീടിക APJ അബ്ദുൽ കലാം റോഡ് നിവാസി കൂട്ടായ്മ സഹവാസ ക്യാമ്പും ക്രിസ്മസ് പുതുവത്സര ആഘോഷവും നടത്തി. പെരിഞ്ഞനം ഗ്രന്ഥപുരയിൽ നടന്ന സഹവാസ ക്യാമ്പ് കൂട്ടായ്മ പ്രസിഡന്റ് വിശ്വനാഥൻ വടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. രാജാവിന്റെ പേര് താജുസൻ എന്നായിരുന്നു. രണ്ടുപേരും ഭയങ്കര കൂട്ടാണ്. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പോയി. രാജാവിനെ വിട്ടിട്ടൊരു കളി ഈ മന്ത്രിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഇവര് മൃഗയ വിനോദത്തിന് എന്ന് വെച്ചാൽ പള്ളിവേട്ടയ്ക്കൊക്കെ പോവില്ല പണ്ട് രാജാക്കന്മാരൊക്കെ. അതിന് വേണ്ടിയിട്ട് രണ്ടുപേരും പോകാൻ തീരുമാനം എടുത്തു. അപ്പൊ രാജാവ് ഇങ്ങനെ അയാളുടെ വാളിന്റെ ഒക്കെ മൂർച്ച നോക്കുകയായിരുന്നു ഇങ്ങനെ. അപ്പം വാളിന്റെ മൂർച്ച നോക്കിക്കൊണ്ടിരിക്കും. കയ്യിന്റെ ഇത് കുറച്ച് കാര്യമായിട്ട് മുറിഞ്ഞു. അപ്പൊ ചോര ഇങ്ങനെ വിടുവിടുക. അപ്പൊ ഇത് കണ്ടപ്പോ മന്ത്രി പറഞ്ഞു അത് നല്ലതിനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ ദേഷ്യം വന്നു. കൈ മുറിഞ്ഞ് ചോര വരുമ്പോൾ നല്ലതെന്ന് പറയാം. അയാളെ പിടിച്ച് ജയിലിലിടാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രിനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ മന്ത്രി പറഞ്ഞു ഇതും നല്ലതിനാണ്, നല്ലത് വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് രാജാവും മന്ത്രിനെ ജയിലിലിട്ടു. രാജാവും വേറെ പരിവാരങ്ങളൊക്കെ കൂടി മൃഗയാവേട്ടയ്ക്ക് പോയി. വനിതാ വിംഗ് പ്രസിഡന്റ് ഗീത സതീഷ് അധ്യക്ഷത വഹിച്ചു. വനിതാ വിംഗ് ജനറൽ സെക്രട്ടറി തജ്രി റഹീം ആമുഖ പ്രഭാഷണം നടത്തി. മറ്റെല്ലാവരെയും ചേർത്തു പിടിക്കാനും സ്നേഹിക്കാനും സന്തോഷിക്കാനും എല്ലാം പഠിക്കണം.
നമുക്കറിയാം ടെക്നോളജിയുടെ കാലഘട്ടമാണ്. ടെക്നോളജിയും നമുക്ക് വേണം, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും എല്ലാം നമുക്ക് കൂട്ടായി വേണം. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാടിനെയൊക്കെ ഞെട്ടിച്ച 2-3 അപകട മരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് നബിദിനത്തിൻ്റെ അന്ന് തലേ ദിവസം നമ്മുടെ അടുത്തുള്ള 2-3 സുഹൃത്തുക്കൾ അല്ലേ, ഇതുപോലെയൊക്കെ നമ്മളോട് ഒപ്പം ഇരിക്കേണ്ട കുട്ടികൾ. അതുപോലെ ഈ അടുത്തുണ്ടായ ഒരു ദുരന്തമാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഒരു 3-4 കുട്ടികളുടെ ഒരു അപകട മരണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ ഒരു സാഹചര്യം വരുന്നത്? തീർച്ചയായും പക്വത എത്താത്ത ഓരോ പ്രവർത്തനങ്ങൾക്ക് മുതിരുമ്പോഴാണ് നമ്മൾ അത്തരം അപകടങ്ങളിൽ ചെന്ന് ചാടുന്നത്. വനിതാ വിംഗ് വൈസ് പ്രസിഡന്റ് ഷീജ ദാസ്, കൂട്ടായ്മ കമ്മിറ്റി സെക്രട്ടറി KR സത്യൻ, വൈസ് പ്രസിഡന്റ് TK അക്ബർ, ട്രഷറർ VM നസീർ, രക്ഷാധികാരി VM ഷംസുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി ജാസ്മിൻ നാസർ, അഡ്വക്കേറ്റ് രവി പ്രകാശ്, സുരേഷ് കുമാർ, AA റഹീം, ഉഷ വിശ്വനാഥൻ, റസിയ സലാം, സജിത രമേശ്, ഷക്കീല ഷംസു, ഷാഹിന സക്കീർ എന്നിവർ നേതൃത്വം നൽകി. കുട്ടികൾക്കും അമ്മമാർക്കും വേണ്ടി നടത്തിയ ക്യാമ്പിൽ ബിഞ്ചു ജേക്കബ് മോട്ടിവേഷൻ ക്ലാസ് നടത്തി. ചില കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് കേട്ടാൽ മനസ്സിലാവണില്ല, അത് മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണമില്ല. എന്നിട്ട് ഇവരെ കുറ്റം കൊണ്ട് വല്ല കാര്യമുണ്ടാ? ഇത് വളരെ രസകരമായ കുട്ടികളാണ്. മക്കളെ ഒന്ന് കൈയടിച്ചേ. കൈയടിക്കുമ്പോ എങ്ങനെ കൈയടിക്കണം? നല്ല ശബ്ദം വേണം. നല്ല ശബ്ദം വേണ്ടേ? ഓക്കെ. ഇദ്ദേഹം +2 പഠിക്കണേ. 10ാം ക്ലാസ്സിലാണോ? 8ല്. 8ാം ക്ലാസ് എത്തുമ്പോഴേക്കും +2ന്റെ കൈയടിയാണ്. അതാണ് പ്രശ്നം. അതാണ് ഓവർ മെച്യൂരിറ്റി നമ്മുടെ മക്കൾക്ക് വരുന്നു അല്ലേ? ശരിയല്ലേ? അല്ലേ? ഞാനൊക്കെ +2 ഡിഗ്രി കഴിഞ്ഞാലും 5ാം ക്ലാസ്സിന്റെ ബുദ്ധി അങ്ങ് അല്ലേ? 8ാം ക്ലാസ് ആകുമ്പോഴേക്കും +2കാർ കൈയടിക്കുന്ന പോലെ കൈയടിക്കണം. എങ്ങനെ കൈയടിക്കുക? ഇങ്ങനെ. നീ പറഞ്ഞ ശരിയല്ല, ഇങ്ങനെ ഒരു കൈയടി. ഓക്കെ, നമുക്ക് ഇങ്ങനെ കൈയടിക്കും. ചില കുട്ടികള് എങ്ങനെ കൈയടിക്കുന്നത്? ഇങ്ങനെ കൈയടി. ഇതൊക്കെ കൈയടി തന്നെയാണ്. ചില കുട്ടികൾ കൈയടിക്കുക എങ്ങനെയാ? അതെന്താണ് പറഞ്ഞത്? നിർത്തിപ്പോടൂ, 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 സിനിമ കാണണം, നിങ്ങൾക്ക് പരിപാടികളുണ്ട്, പോടൂ എന്ന് പറഞ്ഞാൽ കൈയടി അല്ലേ? ശരിക്കും നമുക്ക് എങ്ങനെ കൈയടിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം അല്ലെ? എങ്ങനെ കൈയടിക്കണമെന്ന് കൈയടിച്ചേ. അപ്പൊ മനസ്സില് സന്തോഷം നിറഞ്ഞ് കൈയടിക്കുന്ന ശബ്ദം എങ്ങനെയായിരിക്കും പുറത്തേക്ക് വരേണ്ടത് എന്നുള്ളതാണ് അല്ലേ? പൂന്താനത്തിന്റെ വരികളുണ്ട്. കൂടിയല്ല ജനിക്കുന്ന നേരത്തും. ശരി, ഞാൻ മക്കബെള്ളക്കോ നാച്ചില്ലോയോ നാഗാം സുഗോലനാ മക്കബെള്ള പാട് എന്റെ പാടാൻ പറ്റുന്നത് ഒന്നിന് പാടിത്തരാം. മക്കബെള്ളക്കോ നാച്ചില്ലോയോ നാഗാം സുഗോലനാ മക്കബെള്ളക്കോ പാടാൻ പറ്റില്ല. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദേശീയപാത ചേറ്റുവയിൽ ടാങ്കർ ലോറി കാറിലിടിച്ച് നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരൻ മരിച്ചു. മതിലകത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റ് ഇടിച്ച് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. വെൽഫെയർ പാർട്ടി കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ ജാഥ സംഘടിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.